നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കഥയും കാര്യവും. വിനയാനിതരായിരിക്കുന്നതാണ് വിവേകമുള്ളവരുടെ ലക്ഷണം. അത്തരമൊരു മനോഭാവം വളർത്തിയെടുത്താൽ എല്ലായ്പ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ഈശ്വരൻ നമ്മെ പ്രാപ്തരാക്കുന്നു. കൂട്ടുവായിട്ടാൽ ആ വായ അടക്കുന്നതിന് പോലും ഈശ്വരകൃപ അനിവാര്യമാണെന്ന് അമ്മ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ആഴത്തിൽ നിരീക്ഷിച്ചാൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും നിരവധി ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വളരെ രുചികരമായി പാചകം ചെയ്യുന്നുവെന്ന് ചിലപ്പോൾ അഭിമാനിക്കാറുണ്ട്. പാചകത്തിന് ആവശ്യമായ വസ്തുക്കൾ നൽകുന്നതാര്? കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നു. വളക്കൂറുള്ള മണ്ണും അനുയോജ്യമായ കാലാവസ്ഥയും വിളകൾ ഉൽപ്പാദിക്കുവാൻ ഉതകിയ മനുഷ്യ പ്രയത്നവുമെല്ലാം ഈശ്വരൻ്റെ വരദാനമാണ്. പാചകം ചെയ്യാൻ അനിവാര്യമായ അടുപ്പും പാത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഉത്തമമായ ആഹാരം പാചകം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പങ്ക് വളരെ ചെറുതാണ്. അങ്ങനെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നാം കർമ്മനിരതരാകുന്നത് പരമോന്നതമായ ആ ഈശ്വരീയ ശക്തിയുടെ കൃപയാലാണെന്ന് ബോധ്യപ്പെടും. അഹങ്കാരം പത്തിവിടർത്തുമ്പോൾ പ്രതിഭകൾ സ്വയം സൃഷ്ടിച്ചതാണെന്ന് നാം അഹങ്കരിക്കുന്നു. നമ്മിൽ വിനയ മനോഭാവം വളർത്തുന്നതിനും പ്രവർത്തന വിജയത്തിനും ആധാരം ഈശ്വരകൃപയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും ആവശ്യമായ പരിസ്ഥിതികൾ ഭഗവാൻ അല്ലെങ്കിൽ ഗുരു സൃഷ്ടിക്കുന്നു. തൻ്റെ ശക്തിയുടെ പ്രഭവസ്ഥാനം ഏതാണെന്ന് വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്തനെ ബോധ്യപ്പെടുത്തിയ സുന്ദരമായൊരു കഥ കേൾക്കാം. ഒരിക്കൽ ഋഷീശ്വരന്മാർ കുംഭകോണത്ത് വിപുലമായ ഒരു യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. പൂജകൾ സമാരംഭിച്ചപ്പോൾ ഒരു കൂട്ടം രാക്ഷസന്മാർ അവരെ ശല്യപ്പെടുത്തുവാനായി എത്തിച്ചേർന്നു. അവരുടെ ഉപദ്രവം സഹിക്കാനാകാതെ ഋഷീശ്വരന്മാർ യജ്ഞം നിർത്തിവെച്ചു. വിനാശകാരികളായ രാക്ഷസ വൃന്ദത്തിൽ നിന്നും രക്ഷ നേടുവാനായി ഋഷീശ്വരന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. സഹായം അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവാകട്ടെ പ്രശ്നപരിഹാരത്തിന് ഉത്തമ മാർഗം കണ്ടെത്താൻ മഹാവിഷ്ണുവിന് മാത്രമേ കഴിയൂ എന്ന് നിർദ്ദേശിച്ച് അവരെ ഭഗവാന്റെ ധാമത്തിലേക്ക് അയച്ചു. വിഷ്ണു ഭഗവാൻ അവർക്ക് സഹായം വാഗ്ദാനം ചെയ്തു. അതനുസരിച്ച് ഋഷീശ്വരന്മാർ വീണ്ടും യജ്ഞം ആരംഭിച്ചു. അതിന് വിഘ്നം സൃഷ്ടിക്കാനായി രാക്ഷസന്മാരും പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ആകാശത്തു നിന്ന് കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വിഷ്ണു ഭഗവാൻ രാക്ഷസരെ നശിപ്പിക്കുന്നതിനായി തൻ്റെ ചക്രം അയച്ചതാണെന്ന് മഹർഷിമാർക്ക് മനസ്സിലായി. നോക്കി നിൽക്കെ തന്നെ ചക്രം പ്രഭാപൂരം വർഷിച്ചും കൊണ്ട് രാക്ഷസന്മാർക്കു നേരെ പാഞ്ഞു ചെന്നു. അന്തം വിട്ട രാക്ഷസരാകട്ടെ അവിടെ നിന്ന് പലായനം ചെയ്തു. ദൗത്യം നിർവഹിച്ച ശേഷം ചക്രം കാവേരി നദീ തീരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ഭക്തി ആദരപൂർവം ചുറ്റും കൂടി തൊഴുതു നിന്നു. തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമേകിയ ഭഗവാന്റെ ആ ദിവ്യമായ ആയുധം ഒരു ക്ഷേത്രം പണി ചെയ്ത് അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് ഭാവിയിലും ഭക്തജനങ്ങൾക്ക് അതിനെ പൂജിച്ച് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയണമെന്നും ഋഷീശ്വരന്മാർ പ്രത്യാശിച്ചു. ഈ തീരുമാനം അറിഞ്ഞ തദ്ദേശവാസികളായ ഭക്തജനങ്ങൾ ഏറെ ആഹ്ലാദിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. തങ്ങൾക്ക് ആരാധിക്കുവാനും തങ്ങളെ സംരക്ഷിക്കുവാനും ക്ഷേത്രം ഉയർന്നു വരുന്നു എന്ന ചിന്ത ജനങ്ങളെ ആനന്ദിപ്പിച്ചു. അപ്പോഴാണ് വേറൊരു പ്രശ്നം ഉദിച്ചു വന്നത്. ചക്രത്തിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യപ്രകാശം മറ്റൊന്നിനോടും ഉപമിക്കുവാൻ കഴിയാതെ വിധം തീക്ഷ്ണമായിരുന്നു. ആ പ്രഭാപൂരത്തിനു മുന്നിൽ സൂര്യപ്രകാശത്തിന് പോലും മങ്ങലേറ്റു. തൻ്റെ പ്രതാപം അസ്തമിക്കുകയാണോ എന്നു സംശയിച്ച് സൂര്യഭഗവാൻ അസ്വസ്ഥനായി. കാര്യങ്ങൾ ഈ വിധം പുരോഗമിച്ചാൽ, എല്ലാവരും ചക്രത്തെ മാത്രം ആരാധിച്ചാൽ എന്താകും തൻ്റെ അവസ്ഥ? ചക്രത്തിൻ്റെ കരുത്ത് തന്നിലേക്ക് ആഗിരണം ചെയ്തു കൂടുതൽ തേജസ്വിയാകണമെന്ന് ആദിത്യ ഭഗവാൻ തീരുമാനിച്ചു.
ആദിത്യ ഭഗവാൻ ചക്രത്തിൻ്റെ സമീപത്തേക്ക് ഓടി അണഞ്ഞു. പ്രകാശകിരണങ്ങൾ തന്നിലേക്ക് ആഗിരണം ചെയ്യുവാൻ ശ്രമിച്ചു. എന്നാൽ അത് വിപരീത ഫലം ഉളവാക്കി. സൂര്യകിരണങ്ങൾ കൂടുതൽ മങ്ങി. ആദിത്യ ഭഗവാൻ വീണ്ടും വീണ്ടും പരിശ്രമം നടത്തിയെങ്കിലും സ്വന്തം ഊർജമാണ് നഷ്ടമായത്. ഒടുവിൽ പ്രകാശത്തിൻ്റെ പ്രതിരൂപമായ ആദിത്യ ഭഗവാൻ തന്നെ അന്ധകാരത്തിൽ മറഞ്ഞു. ജനങ്ങൾ ഉത്കണ്ഠാകുലരായി. സൂര്യനില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. ആദിത്യ ഭഗവാൻ ഉദിച്ചില്ലെങ്കിൽ രാവും പകലും തിരിച്ചറിയാൻ കഴിയില്ല. സസ്യങ്ങൾ നട്ടുവളർത്തുവാനോ വിളവെടുക്കുവാനോ കഴിയില്ല. ജീവിതത്തിൻ്റെ പ്രയാണം തടസ്സപ്പെടും. സൂര്യഭഗവാന് തൻ്റെ പ്രതാപം തിരിച്ചു നൽകണമെന്ന് അവർ വിഷ്ണുദേവനോട് പ്രാർത്ഥിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ ചക്രത്തിൽ നിന്നു ആവിർഭവിച്ചു ദിവ്യദർശനം നൽകി ആദിത്യദേവനെ അനുഗ്രഹിച്ചു. ഭഗവാൻ ചോദിച്ചു, നിന്റെ മഹത്വം കൊണ്ടാണ് ഉദിച്ചുയർന്നു പ്രകാശം വർഷിക്കുന്നതെന്ന് കരുതിയോ? സമസ്ത വസ്തുക്കളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യമാണ് നിനക്കാ ശക്തി നൽകിയത്. എന്നിൽ ശരണാഗതി അടയുക, ഭഗവാനിൽ ശരണാഗതി അടയുക, എങ്കിൽ മാത്രമേ നിനക്ക് പ്രകാശിക്കാനാവൂ. സൂര്യദേവൻ വിനയപൂർവ്വം വിഷ്ണു ഭഗവാനെ വണങ്ങി പത്തി വിടർത്തിയ തൻ്റെ അഹങ്കാരത്തെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു ഭഗവാൻ എന്ന് സൂര്യദേവന് മനസ്സിലായി. ഉദിച്ചുയരുവാനും പ്രകാശരശ്മികൾ വർഷിക്കുവാനും തന്നെ പ്രാപ്തനാക്കുന്നത് ആ ഈശ്വര കൃപയാണ്. താൻ എന്നും മഹാവിഷ്ണുവിനെ പൂജിച്ചു കൊള്ളാമെന്നും തൻ്റെ ഓരോ കർമ്മത്തിനും പുറകിലുമുള്ള ശക്തിയും പ്രചോദനവും ഭഗവാനാണെന്ന് സദാ സ്മരിച്ചു കൊള്ളാമെന്നും അഹന്തയെ നിയന്ത്രിച്ചു കൊള്ളാമെന്നും സൂര്യഭഗവാൻ വാഗ്ദാനം ചെയ്തു. സൂര്യദേവന്റെ പ്രതിജ്ഞ പാലിക്കുന്നതിനായി കുംഭകോണത്തെ ചക്രപാണി ക്ഷേത്രത്തിന് പ്രവേശന കവാടങ്ങളിൽ ഒന്ന് വടക്കോട്ടും മറ്റൊന്ന് തെക്കോട്ടുമാണ്. ഹരി ഓം നമഃ ശിവായ.